ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ രജിൻലാലും സോനയും എന്ന് പറയുന്നത് ദീർഘകാല പ്രണയത്തിലായിരുന്ന കാമുകന്മാരായിരുന്നു. അതിനുശേഷം ഇരുവരും ബ്രേക്കപ്പ് ആയി. അതിനുശേഷം രജിൻലാൽ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് ലീവിന് വന്ന രജിൻലാൽ നാട്ടിൽ വന്നിട്ട് വിവാഹാന്വേഷണം തുടങ്ങി. ഈ സംഗതിയൊക്കെ അറിഞ്ഞ സോന മാനസികമായിട്ട് തകർന്നു. അവര് എന്തോ കാരണം പറഞ്ഞ് മുൻപ് പിരിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് സോന മാനസികമായി തകർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു വീട്ടിൽ വെച്ചിട്ട്. ആ ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ടതോടെ ഈ കുട്ടി ഒരു കാര്യം ചെയ്തു. രജിൻലാലിനെതിരെ പോലീസിൽ ഒരു പരാതി നൽകി. അപ്പൊ എന്തായി? നാട്ടിൽ വന്ന രജിൻലാലിന്റെ തിരിച്ചുപോക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയായി. ആ അവസരത്തിൽ കേസ് പിൻവലിക്കാൻ വേണ്ടി സോനയുമായി രജിൻലാൽ ഒരിക്കൽ കൂടി അടുപ്പത്തിലാവുകയാണ് എന്നാണ് സോനയുടെ ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ബന്ധുക്കളെയൊന്നും അറിയിക്കാതെ ഇവർ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുകയും ചെയ്യുന്നുണ്ട്. സോനയുടെ ബന്ധുക്കളുടെ അഭിപ്രായ പ്രകാരം വിവാഹ ജീവിത ശേഷമായിരുന്നു യഥാർത്ഥ ദുരന്തം സോനയ്ക്ക് നേരിടേണ്ടി വന്നത്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടോ ഇന്ധന ടാങ്കിന്റെ തകരാറോ കണ്ടെത്തിയിട്ടില്ല. ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷമേ അന്തിമ നിഗമനത്തിലെത്താനാകൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ കാർ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് അന്വേഷണ സംഘം. ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇന്ധന ടാങ്കിനും തകരാറുകൾ കണ്ടെത്തിയിട്ടില്ല. കൂടുതൽ പരിശോധനയ്ക്കായി സംഭവസ്ഥലത്തു നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കൃത്യമായി പറയാൻ സാധിക്കൂ എന്ന് MVDയും പോലീസും വ്യക്തമാക്കുന്നു. അതിനിടെ മരിച്ച സോനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വെള്ളിയാഴ്ച രാത്രിയിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയായിരുന്നു ദുരന്തമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് റിജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. മീഡിയ 1 കോഴിക്കോട് പേരാമ്പ്രക്കടുത്ത് നടുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് തീപിടിച്ച് ഗർഭിണി കൂടിയായ ഒരു യുവതിയും അവരുടെ ഭർത്താവിനും അപകടത്തിൽപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഗർഭിണി കൂടിയായ യുവതി മരണപ്പെട്ടു. ഭർത്താവ് ഗുരുതരമായ പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനോടകം തന്നെ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ സംഭവം കേരളത്തെ വലിയ രീതിയിലാണ് ഞെട്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ വാഹനാപകടം എന്ന രീതിയിൽ പുറത്തു വന്ന ഈ വാർത്ത മണിക്കൂറുകൾക്കകം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ദുരൂഹത ഒഴിയാത്ത ഒരു കേസായി മാറി. ഇപ്പോൾ പുറത്തുവരുന്ന CCTV ദൃശ്യങ്ങളും കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളും ഫോറൻസിക്കിന്റെ പരിശോധനാ വിവരങ്ങളും ഒക്കെ പുറത്തുവരുന്ന ഈ വേളയിൽ ഇത് വെറുമൊരു അപകടം മാത്രമല്ല, ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ എന്നുള്ള രീതിയിലാണ് സംശയങ്ങൾ മുന്നോട്ട് പോകുന്നത്. 28-കാരിയായ സോനയാണ് കാറിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചത്. ഭർത്താവ് റിജിൻലാൽ ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിന്റെ ഓരോ ഘട്ടവും പരിശോധിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. നടുവണ്ണൂർ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാറ് യാത്രാമധ്യേ തീപിടിക്കുകയായിരുന്നു. ആളുകളൊക്കെ ഓടിക്കൂടുമ്പോഴേക്കും കാറിന്റെ ഉൾവശം ഏകദേശം കത്തി തീർന്നു എന്ന് തന്നെ പറയാം. ഇതിന്റെ നിർണായകമായ ഒരു ഭാഗം എന്താ പറയുക, ഈ കാർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഈ കാർ കത്താൻ തുടങ്ങിയ ഈ സമയത്ത് വാഹനം ഓടിച്ചിരുന്ന റിജിൻലാൽ എന്ന ഭർത്താവ് ഉടൻ തന്നെ കാറിൽ നിന്ന് അടങ്ങി സമീപത്തുള്ള ഒരു തോട്ടിലേക്ക് ചാടുകയായിരുന്നു. തീപിടുത്തമാണല്ലോ ഉണ്ടായത്. അപ്പൊ തീ അണക്കാൻ എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം അദ്ദേഹം സമീപത്തുള്ള ഒരു തോട്ടിലേക്ക് എടുത്തു ചാടി. അപ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടി റിജിൻലാലിനോട് വിവരം ചോദിച്ചപ്പോഴാണ് റിജിൻലാൽ അക്കാര്യം പറയുന്നത്. വാഹനത്തിനകത്ത് താൻ മാത്രമല്ല തന്റെ ഭാര്യ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള വിവരം റിജിൻലാൽ പറഞ്ഞപ്പോഴാണ് കത്തിക്കൊണ്ടിരിക്കുന്ന കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം നാട്ടുകാർ അറിയുന്നത്. ഒരു പക്ഷേ ഇക്കാര്യം തന്നെയാണ് വലിയ രീതിയിലുള്ള സംശയങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പേരാമ്പ്രയിൽ കാറ് കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. മരിച്ച സോന പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഫോറൻസിക് റിപ്പോർട്ട്. അതേസമയം സോന ആത്മഹത്യ ചെയ്യില്ലെന്ന് സോനയുടെ കുടുംബം മീഡിയ 1 പറഞ്ഞു. കാറ് കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ തുടക്കം മുതൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് നിർണായക തെളിവുകൾ പുറത്തു വന്നത്. സംഭവ ദിവസം സോന നടുവണ്ണൂരിലെ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യമുള്ളതായി ഫോറൻസിക്കും റിപ്പോർട്ട് നൽകി. പരിശോധനയിൽ പെട്രോൾ നിറച്ച ക്യാനിന്റേതെന്ന് സംശയിക്കുന്ന മോഡിയും ലഭിച്ചു. എന്നാൽ സോന ആത്മഹത്യ ചെയ്യില്ല എന്നും രജിൻലാലിന്റെ നിർദ്ദേശപ്രകാരം പെട്രോൾ വാങ്ങിയതായിരിക്കാമെന്നും സോനയുടെ കുടുംബം മീഡിയ 1 പറഞ്ഞു. പെട്രോൾ വാങ്ങിപ്പിക്കാൻ സാധ്യത നമ്മൾ തെറ്റും പറയാലോ. അവളെന്നെ സംഗതി അവള് വാങ്ങുന്നുണ്ട്, നമ്മൾ കണ്ട് KCB കണ്ട്. പക്ഷെ അവളെ കൊണ്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ
കാറിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമാണ് ബാക്കി. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രജിൻലാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടെ ഉൾപ്പെടുത്തിയായിരിക്കും പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. മീഡിയ 1 കോഴിക്കോട്. നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേസിനെ മറ്റൊരു വശത്തിലേക്കാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കന്നാസ് നിറയെ പെട്രോൾ വാങ്ങിക്കൊണ്ട് ഒരു യുവതി നടന്നു പോകുന്ന രംഗമാണ് CCTV ദൃശ്യങ്ങളായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അത് സോനയാണ് എന്ന് സോനയുടെ വീട്ടുകാർ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ സംഗതി എന്താ അറിയോ, ഈ കേസിന് കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന്റെയോ ഫോറൻസിക് സംഘത്തിന്റെയോ പരിശോധനയിൽ കാറിന്റെ എഞ്ചിനിലോ ഇന്ധന ടാങ്കിലോ കാര്യമായിട്ട് ഒരു തീപിടുത്തം ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള അപകടങ്ങളോ ഷോർട്ട് സർക്യൂട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ വാഹനം തീപിടിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഇന്ധന ടാങ്കിൽ നിന്നുള്ള ചോർച്ച, വയറിംഗിന്റെ പ്രശ്നങ്ങള്, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു കാർ തീപിടിക്കുന്ന അവസ്ഥക്ക് വരിക. അങ്ങനെ യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് സംഘങ്ങളും നൽകുന്ന വിവരം. അതായത് തീ പടർന്നത് കാറിന്റെ എഞ്ചിന്റെ തകരാറ് കൊണ്ടല്ല, കാറിന്റെ അകത്ത് നിന്ന് ആണ് എന്ന് തന്നെയാണ് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് കാറിന്റെ ഉൾവശം മാത്രം കത്തുന്നത്? അവിടെ ഒരു സംശയം. എന്താ പറയുക, മോട്ടോർ വാഹന വകുപ്പിന്റെ ആളുകൾ ഈ കാറ് പരിശോധിച്ചപ്പോൾ കാറിന്റെ പുറത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള കേടുകളൊന്നും സംഭവിച്ചിട്ടില്ല. കാറിന്റെ മുൻഭാഗം സുരക്ഷിതമാണ്, ഫ്യൂൽ പൈപ്പുകൾ സുരക്ഷിതമാണ്, വയറിംഗ് സംവിധാനത്തിൽ യാതൊരു തകരാറുമില്ല. അതേസമയം കാറിന്റെ ഉൾവശം പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് സോന എന്ന ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഇരുന്നിരുന്ന പിൻസീറ്റിന്റെ ഭാഗം കത്തിയതിനു ശേഷം ഉരുകി ഒട്ടിയ നിലയിലാണ് എന്നാണ് ഫോറൻസിക് വിദഗ്ധർ നൽകുന്ന വിവരം. ഇവിടെയാണ് നമ്മളെ സംശയം വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് കാറിനകത്ത് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായത്? പൊള്ളലേറ്റ ഭർത്താവായ രജിൻലാലിന്റെ മൊഴി, കാറിനകത്ത് ഇവരിങ്ങനെ രാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നടുവണ്ണൂർ ഭാഗത്തേക്ക്. അതിനിടയ്ക്ക് സഞ്ചരിക്കുന്നിടയിൽ വാഹനം ഓടിക്കുന്ന രജിൻലാലിന് പെട്ടെന്ന് എന്തോ ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെട്ടു. ബാഡ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ സ്മെല്ല്. അപ്പൊ അയാൾ പിന്നിലിരിക്കുന്ന ഭാര്യയോട് ചോദിക്കുകയും ചെയ്തു, അല്ല എന്താ ഈ ഒരു പെട്രോളിന്റെ സ്മെല്ല്, കാറിന് വല്ല കേടുപാടുകളും മറ്റോ സംഭവിച്ചോ എന്ന് ചോദിച്ച് മുഴുവനാവും മുമ്പ് കാറിനകത്ത് തീ പടർന്നു. ഇതായിരുന്നു ഭർത്താവായ രജിൻലാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത മൊഴി. ഈ മൊഴി അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെങ്കിലും ഈ മൊഴിക്കൊപ്പം തന്നെ ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കാറിനകത്ത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്മെല്ല് വരുന്നു. അത് എന്താണെന്ന് പിന്നിലിരിക്കുന്ന ഭാര്യയോട് അന്വേഷിക്കുന്നു. ഉടൻ തന്നെ കാറിനകത്ത് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു. കാറിനകത്ത് എങ്ങനെയാണ് പെട്രോൾ എത്തിയത് എന്നാണ് ഇവിടെയുള്ള പ്രസക്തമായ ചോദ്യം. അതേസമയം സോനയുടെ കുടുംബം ഈ ചില ആരോപണങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നത് ഇതൊരു അപകടമല്ല, ആസൂത്രിത കൊലപാതകമാണ് എന്നാണ്. അവർ പറയുന്ന പ്രധാന കാര്യം, സോനയെ കൊണ്ട് പെട്രോൾ CCTV ദൃശ്യങ്ങൾ ലഭിച്ചല്ലോ, അതിനെ അടിസ്ഥാനമാക്കി സോനയുടെ ബന്ധുക്കൾ പറയുന്നത് ആ കന്നാസിൽ പെട്രോൾ സോനയെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരിക്കാം എന്നാണ്. ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്ന് വെച്ച് പൂർണ്ണമായും അതിനെ അനുകൂലിക്കാനും സാധിക്കില്ല. പക്ഷെ അവർ പറയുന്നത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ അത് ശരിയല്ലാതായിരിക്കാം. സോനയുടെ അമ്മയും ബന്ധുക്കളും പറയുന്നത് എന്താ അറിയോ, വിവാഹം കഴിഞ്ഞ് തുടക്കത്തിൽ തന്നെ സോന എന്ന ഈ പെൺകുട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ രീതിയിലുള്ള ടോർച്ചറിങ് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ രജിൻലാലും സോനയും എന്ന് പറയുന്നത് ദീർഘകാല പ്രണയത്തിലായിരുന്ന കാമുകന്മാരായിരുന്നു. അതിനുശേഷം ഇരുവരും ബ്രേക്കപ്പ് ആയി. അതിനുശേഷം രജിൻലാൽ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് ലീവിന് വന്ന രജിൻലാൽ നാട്ടിൽ വന്നിട്ട് വിവാഹാന്വേഷണം തുടങ്ങി. ഈ സംഗതിയൊക്കെ അറിഞ്ഞ സോന മാനസികമായിട്ട് തകർന്നു. അവര് എന്തോ കാരണം പറഞ്ഞ് മുൻപ് പിരിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് സോന മാനസികമായി തകർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു വീട്ടിൽ വെച്ചിട്ട്. ആ ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ടതോടെ ഈ കുട്ടി ഒരു കാര്യം ചെയ്തു, രജിൻലാലിനെതിരെ പോലീസിൽ ഒരു പരാതി നൽകി. അപ്പൊ എന്തായി, അവധിക്ക് നാട്ടിൽ വന്ന രജിൻലാലിന്റെ തിരിച്ചുപോക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയായി. ആ അവസരത്തിൽ കേസ് പിൻവലിക്കാൻ വേണ്ടി സോനയുമായി രജിൻലാൽ ഒരിക്കൽ കൂടി അടുപ്പത്തിലാവുകയാണ് എന്നാണ് സോനയുടെ ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ ഇവര് ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുകയും ചെയ്യുന്നുണ്ട്. സോനയുടെ ബന്ധുക്കളുടെ അഭിപ്രായ പ്രകാരം വിവാഹ ജീവിത ശേഷമായിരുന്നു യഥാർത്ഥ ദുരന്തം സോനയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. വിവാഹത്തിന് ശേഷം സോനയോട് അവരുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ഇദ്ദേഹം സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. സോനയ്ക്ക് സ്വന്തം മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ ഇയാൾ അനുവാദം നൽകിയിരുന്നില്ല എന്നും, സോനയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭർത്താവിന്റെ അനുമതി ഇല്ലായിരുന്നു എന്നും, പല ദിവസങ്ങളിലും സോനയെ ഭക്ഷണം നൽകാതെ കൊടും പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നും ഭർത്താവിന്റെ കുടുംബം സോനയെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സോനയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. സോനയുടെ വീട്ടുകാരൊക്കെ ഇതെങ്ങനെ അറിഞ്ഞാറോ,
ഈ ലിജിൻ ലാലിന്റെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇവരെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു. സോന ഗർഭിണിയാകുന്നു. ഗർഭിണിയായ ശേഷമാണ് സോന സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനും സ്വന്തം വീട്ടുകാരുമായി ബന്ധമുണ്ടാക്കാനും പോലും ലിജിൻ ലാലും ബന്ധുക്കളും സമ്മതിച്ചത് എന്നും അവർ പറയുന്നുണ്ട്. ഈ ഭർത്താവ് നാട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ്. ഭർത്താവ് നാട്ടിലെത്തുന്നു. കുട്ടി ഭർത്താവ് വരുന്നതിന്റെ മുന്നേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. ആ വിവരങ്ങളൊക്കെ ലിജിൻ ലാലിന്റെ ബന്ധുവായ, അതായത് ഭർത്താവിന്റെ ബന്ധു കൂടിയായ മറ്റൊരു പെൺകുട്ടി സോനയുടെ വീട്ടുകാരെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭർത്താവ് ലീവിന് വന്നതിന് ശേഷം സോന കൊല്ലപ്പെടുന്നു. ദൗർഭാഗ്യകരമായി തീപിടുത്തമുണ്ടായി കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായിട്ടും സോനയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ വലിയ രീതിയിലുള്ള സംശയത്തിന് കാരണമായി. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ പരിശോധന എന്ന് പറയുന്നത് പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ, കാറിനകത്ത് എത്തരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു അന്വേഷണം. എവിടെ നിന്നാണ് കാറിനകത്തേക്ക് തീ പടർന്നത്, അതായത് പെട്ടെന്നൊരു തീപിടുത്തമായിരുന്നല്ലോ, ഇത് എങ്ങനെയാണ് കാറിനകത്ത് പടർന്നത്? ഇവർ തമ്മിലുള്ള ബന്ധം അത്ര നല്ല ബന്ധമല്ല എന്നുള്ളത് സോനയുടെ വീട്ടുകാർ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള വഴക്കുണ്ടായോ വാഹനത്തിൽ വെച്ചിട്ട്? അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായാണോ ഇത്തരമൊരു സംഭവം ഉണ്ടായത്? ഈ രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ഘട്ടം എന്ന് പറയാവുന്ന മിക്ക കാര്യങ്ങളും ഇപ്പം ഫോറൻസിക് പരിശോധനയുടെ പരിധിയിലാണ് വരുന്നത്. അവർ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. അവർ വെയിറ്റ് ചെയ്യുന്ന പ്രധാന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണോ? കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകാനുള്ള പ്രധാന കാരണം? തീപിടുത്തത്തിന്റെ സാങ്കേതിക പരിശോധനാ റിപ്പോർട്ട്. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നാൽ മാത്രമാണ് ഈ നടന്നത് ഒരു കൊലപാതകമാണോ, ഒരു അപകടമാണോ, ഒരു ആത്മഹത്യയാണോ എന്നുള്ള നിഗമനത്തിന്റെ ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചാനലുകാരൊക്കെ പറയുന്നത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ സംഭവിച്ചു എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലല്ല ഈ സംഭവം നടന്നത്, നടുവണ്ണൂര് എന്ന സ്ഥലത്താണ്. നടുവണ്ണൂര് എന്ന് പറഞ്ഞാൽ പേരാമ്പ്രക്ക് അടുത്തൊരു സ്ഥലമാണ്. ചെറുവണ്ണൂര് എന്ന സ്ഥലം കോഴിക്കോടുണ്ട്, ഫറോക്കിനടുത്താണ് ചെറുവണ്ണൂര്. അവിടെ അല്ല ഇത് സംഭവിച്ചത്. ഈ സംഭവം നടന്നത് പേരാമ്പ്രക്കടുത്ത് നടുവണ്ണൂർ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വളരെയധികം അവരെ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കരുതാനായിട്ട്. എന്താ ഇപ്പൊ കേൾക്കുന്നത്? ഒരു ഗർഭിണിയായ യുവതി കാറിനുള്ളിൽ ജീവനോടെ കത്തിമരിക്കുന്നു. ഭർത്താവ് 65% പൊള്ളലേറ്റ ഭർത്താവ് പുറത്തേക്ക് അടുത്തുള്ള തോട്ടിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. കാറിന് സാങ്കേതികമായിട്ട് ഒരു തകരാറുമില്ല. തീ പടർന്നതാണെങ്കിലോ കാറിനകത്ത് മാത്രം. ഇതിനൊക്കെ ഇടയ്ക്ക് സോന എന്ന കൊല്ലപ്പെട്ട പെൺകുട്ടി പെട്രോൾ ഒരു കന്നാസിൽ പമ്പിൽ പോയി വാങ്ങുന്ന CCTV ദൃശ്യം ലഭിച്ചു. ഇതെല്ലാം കൂടി ആയപ്പോ തന്നെ കേരള സമൂഹം ആകപ്പാടെ ഞെട്ടിയെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട്. എന്തായാലും ഇതിന്റെ അന്വേഷണമൊക്കെ പുരോഗതിയുടെ ഘട്ടത്തിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള വിവരം വൈകാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വരുത്തെ സോനയുടെ വീട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അതല്ല, ആരോപണങ്ങളിൽ യാതൊരു കാഴ്ചയുമില്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്നത് ആ ഭർത്താവായ സഹോദരനാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുവേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.